ഇതിലേത് സാരി ഉടുക്കും ഫോട്ടോ എടുക്കുമ്പം ഇതെടുത്താലോ? വേണ്ട, എടുത്താലൊരു ഗുമ്മുണ്ടാവൂല. സാരി കടയാ? ഇത്രയും സാരികള്? അത്രക്ക് സാരിയൊന്നുമില്ല. അടിപൊളി സാരികളാണല്ലോ. അതല്ലേ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ ഏത് സാരി ഉടുക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ആകുന്നത്. നിങ്ങളൊരു സാരി സെലക്ട് ചെയ്യ്. നീ ഏത് വേണേലും ഉടുത്തോ. ഇതാ ഞാൻ നിങ്ങളോട് ഒന്നും പറയാത്ത, ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഇതുടുക്ക്, അടിപൊളിയായിരിക്കും. ഈ സാരിയാ? ഇത് നിങ്ങൾ മനഃപൂർവ്വം സെലക്ട് ചെയ്തതല്ലേ? ഞാൻ ഫോട്ടോയിൽ ഒരു ഭംഗി ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പാടി. ഇത് ഒരെണ്ണം സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതിൽ എടുത്തു തരാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് കുഴപ്പമായി കൊള്ളുകയില്ല. ഇനി എടുത്തു തന്നില്ലെങ്കിലോ സഹകരണമില്ല. ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം. പണ്ട് പഴഞ്ചൊല്ല എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏറ്റവും വില കുറവുള്ള സാരിയാ. ഞാൻ ഫോട്ടോയിൽ ഭംഗി ഇല്ലാതിരിക്കാൻ നിങ്ങൾ മനഃപൂർവ്വം സെലക്ട് ചെയ്തത് തന്നെയാണ്. എൻ്റെ കൊച്ചെ, ഞാൻ തുണിക്കടയിൽ പോയിട്ട് ഇതൊന്നും മേടിച്ച് നോക്കിയിട്ടില്ല ഇതിന്റെ വില അറിയാൻ. കണ്ണി കണ്ടപ്പോൾ നല്ലത് തോന്നി അത് എടുത്തു തന്നു. നിങ്ങൾ അമ്മയുണ്ടല്ലോ നന്നായി ഒരുങ്ങുന്ന, അപ്പൊ എനിക്കും നന്നായിട്ട് ഒരുങ്ങണം. ഇടി അമ്മയ്ക്ക് പ്രായം എത്രയെന്ന് നിന്റെ വിചാരം? തൊലിയൊക്കെ ഞൊറിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഒന്ന് ഒരുക്കി ഭംഗിയാക്കണ്ടേ ആൾക്കാർ മുമ്പിൽ ചെല്ലുമ്പോ? അപ്പൊ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുങ്ങാം, പ്രായം ആവാത്ത എനിക്ക് ഒരുങ്ങിക്കൂടാ? എടി നിന്നെ കാണാൻ അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയില്ലേ, പിന്നെ എന്തിനാ ഒരുങ്ങുന്നത്? നിങ്ങൾ എനിക്ക് അധികം ക്ലാസ് ഒന്നും എടുത്ത് തരണ്ട. പോയിട്ട് നിങ്ങൾ അമ്മയെ ഉപദേശിച്ചോ. പോ, ഞാൻ നോക്കിക്കോളൂ സാരി. കഴിഞ്ഞ ദിവസം നീ നിന്റെ മകളോട് പറഞ്ഞു കൊടുക്കുന്ന കേട്ടല്ലോ, എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ട, എന്നെ കാണാൻ മറ്റേ എന്താ പറയാ രംഭ തിലോത്തമമാരെ പോലെ ഭയങ്കര ഭംഗിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ. ഇപ്പൊ എന്നിട്ട് മേക്കപ്പ് വേണോ? ഞാൻ മേക്കപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ മകളോട് പറഞ്ഞു സാരി സെലക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്. മേക്കപ്പിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞോ? ഇനി മേക്കപ്പ് എന്റെ ഭാഗമല്ലേ സാരി. നിങ്ങൾ അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്താൽ മതി, എന്റെ കൂടെ ഇനി ഫോട്ടോ എടുക്കണ്ട. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കും. അതെന്റെ ഒരു ഭാഗ്യമാണ്. ഇനി നിങ്ങൾ ആഗ്രഹിച്ചാലും ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്ന് തരൂല. നോക്കിക്കോ, ഇഷ്ടപ്പെട്ട സാരി ഞാൻ എടുത്തോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഞാൻ എടുത്തോളൂ. നമുക്കൊക്കെ എല്ലാം കുഴപ്പമാണല്ലോ, എന്ത് ഡ്രസ് ഇട്ടാലും മതിയല്ലോ. ഞാൻ അമ്മേനെ കാട്ടി ഒരു പടി മേലെ സുന്ദരിയായിട്ട് ഫോട്ടോ എടുക്കുള്ളൂ. ഇനി ബുദ്ധി ഇല്ലാത്ത വ്യക്തി, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നീ ഒരുങ്ങിയില്ലെങ്കിൽ പോലും അമ്മയെക്കാളും സുന്ദരിയാന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ ഇനി ഒരുങ്ങി അമ്മയായിട്ട് മത്സരിച്ച്. അല്ല, അങ്ങനെയല്ല. എങ്ങനെയല്ല? അമ്മേനെക്കാളും കുറച്ചും കൂടി വലിയ പൈസയുടെ സാരി എനിക്ക് കൊടുക്കണം. ഒരു കാര്യം കൂടെ ചെയ്യണം. എന്നിട്ട് ആ സാരിയുടെ അറ്റത്ത് ഒരു ടാഗ് എഴുതി ഒട്ടിക്കണം. ഈ സാരിക്ക് എൻ്റെ അമ്മായിമ്മയുടെ സാരിയേക്കാളും വില കൂടുതലാണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കൂ. അങ്ങനെയൊന്നും വേണ്ട. അല്ലാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ക്ലോത്ത് കാണുമ്പോൾ മനസ്സിലാവും വിലയുള്ളതാണോ വിലയില്ലാത്തതാണോ. നിങ്ങൾ ഇത് സെലക്ട് ചെയ്തത് വിലയില്ലാത്തതായതുകൊണ്ടാ. എടി അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ കണ്ടാൽ മനസ്സിലാകുകയല്ലേ, നീ ഏതുടുത്താലും നിന്റെ വില ഇത്രേ ഉള്ളൂ. വില കൂടിയ സാരി ഉടുത്തോണ്ട് നിന്റെ വില വല്ല കൂടും. വില പോയത് നിങ്ങളെ കല്യാണം കഴിച്ചോണ്ടാ. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഉള്ളിടത്തോളം ഞാൻ ഈ വിലയല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് കൊണ്ടാ. ആ പുഷ്പയുടെ വിചാരം അവള് വലിയ ലോകസുന്ദരിയാണെന്നാ. അതിന്ന് തീർത്തു കൊടുക്കണം. അച്ഛമ്മ തുടങ്ങിയ അച്ഛമ്മ ഞാൻ ചെയ്തു തരാം. അച്ഛമ്മ വേണ്ട, നീ ചെയ്തു തരണ്ട കേട്ടോ. അച്ഛമ്മ തനിയെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കഥകളി പോലെ ആയി പോകട്ടോ. ഞാൻ ചെയ്തു തരാം. ഓ, എന്റെ തള്ള പറഞ്ഞു വിട്ടായിരിക്കും എന്റെ മോഹം കുളവാക്കാൻ അല്ലേ? അമ്മയാ? അമ്മയെന്ന് പറഞ്ഞു വിട്ടല്ലേ, എനിക്ക് സ്വയമേ തോന്നി വന്നേല്ലേ. ആ, നിനക്ക് അങ്ങനെ പലതും തോന്നും. അതവിടെ അല്ല തേക്കുന്നത്. ഞാൻ എവിടെങ്കിലും തൊച്ചോളാം. ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞില്ലേ പോയിക്കൊണ്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ. നിന്റെ അമ്മയ്ക്ക് ശല്യം ചെയ്യുന്ന എല്ലാം തെറ്റി പോവാ. ചേച്ചി, അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് മേക്കപ്പ് വേണ്ടാന്നാ. അതിനാ നിന്റെ അമ്മയ്ക്ക് മേക്കപ്പ് വേണ്ടാത്തത്? അമ്മയ്ക്ക് മേക്കപ്പ് ഇഷ്ടമല്ല, അങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് അപ്പുറം പോയിരുന്നോണ്ട് ഇതേ ഞാൻ കണ്ടിട്ട് വന്നാ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? നീ നോക്ക്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് മേക്കപ്പ് വേണ്ടാന്ന്. നീ പോയി നോക്ക്, എന്നിട്ട് പറയാം മേക്കപ്പ് വേണ്ടാന്ന്. ചോദിച്ചിട്ട് ഇറങ്ങുള്ളൂ. അതവിടെയല്ല.